ഹായ് ഹലോ, നിങ്ങൾ ഈ ബിൽഡിംഗ് കാണുമ്പോൾ വിചാരിക്കുക ഒരു കുട്ടി മാളാന്ന് വിചാരിക്കും. പക്ഷേ ഇതൊരു മാളല്ല കേട്ടോ, ഇതൊരു ലൈബ്രറിയാണ്. ഇതാണ് ഏറ്റവും താഴത്തെ ഫ്ലോറ്. അപ്പോൾ എന്താ പറയുക, ഈ ഫ്ലോറിലാണ് കുട്ടികളുടെ എല്ലാ സ്റ്റോറീസൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസും, അതായത് എനിക്ക് കൊമിക്സ് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അതുകൊണ്ട് അത് കുട്ടികളുടെ സെക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെ നല്ലതായതുകൊണ്ട് ഞാൻ ആ ഒരു ഇതാട്ടോ കുട്ടികളുടെ സെക്ഷനിൽ നിന്നാണ് ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് എൻ്റെ അക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് കാണിക്കുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര സെറ്റപ്പാണ്. നമുക്കിവിടെ ഇരുന്ന് വായിക്കണമെങ്കിൽ ഇരുന്ന് വായിക്കാം, എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോവാം. ഇപ്പോൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് കാർഡ് വേണം. അപ്പോൾ എനിക്ക് കാർഡ് ഇല്ല, ബട്ട് ഞാൻ എൻ്റെ ഫാമിലിയുടെ കാർഡ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇവിടെ നിന്ന് ബുക്സൊക്കെ എടുക്കാറ്. അപ്പോൾ എന്താ പറയുക, ഞാനിവിടെ കൊമിക്സ് ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നൊക്കെ എൻ്റെ ഫാമിലിയിൽ പുള്ളി കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എനിക്ക് ബുക്ക് എങ്ങനെയാണ് ഇവിടെ തിരിച്ച് കൊടുക്കേണ്ടതെന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ബുക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകം ജസ്റ്റ് ഒന്ന് ഒരു സമ്മറി നോക്കിയിട്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ബുക്ക് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ കുറച്ചുകൂടി പ്രായമായൊരു സെക്ഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു താഴത്തെ ഫ്ലോറിൽ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ ആനിമി ഇല്ലേ, വൺ പീസ്, നറൂട്ടോ, അങ്ങനത്തെ കുറേ ആനിമീൻ്റെ കൊമിക്സ് ബുക്ക് എനിക്കിവിടെ കാണാൻ പറ്റി. പക്ഷേ അത് ഞാൻ വായിച്ച് തീരില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ജാപ്പനീസ് ഒരു സ്റ്റോറി എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ ഇന്നേ വരെ ഇതിൻ്റെ മുകളിലത്തെ സെക്ഷനിലോട്ട് പോയിട്ടില്ല, ഞാൻ ഈ താഴത്തെ സെക്ഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നമുക്ക് ഇന്നാണ് എനിക്ക് ഒത്തിരി സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ മുകളിലത്തെ സെക്ഷനിലും കൂടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുകളിലത്തെ സെക്ഷനിലൊക്കെ പോയി ഒന്ന് കറങ്ങി നോക്കി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പറ്റിയ ബുക്സ് ഒന്നും ഞാൻ കണ്ടുപിടിച്ചില്ല. പിന്നെ എന്താ പറയുക, ഒരു സ്ഥലത്തോട്ട് ഇറങ്ങി അറിയാമല്ലോ, നമ്മളെല്ലാം നോക്കി ബുക്കൊക്കെ വായിച്ച് നോക്കി വേണം. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ ഒരു ബുക്ക് എടുത്തു, വൺ സമ്മർ ഹോളിഡേ എന്നിട്ടൊരു ജാപ്പനീസിൻ്റെ കേട്ടോ, ആ ഒരു ബുക്കും കൂടി എടുത്തു. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് പേ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് കാർഡ് വെച്ചിട്ട് പേ ചെയ്യുന്നത് ചോദിക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, നമുക്ക് ഭയങ്കര ഈസിയാണ്. നമുക്ക് എന്താ പറയുക, ഒട്ടും വെയിറ്റിങ്ങോ അങ്ങനത്തെ ഒരു സെറ്റപ്പും ഇല്ല. നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പേ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ബുക്കായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലിയുടെ കാർഡെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കണം, നമ്മൾ സിസ്റ്റത്തിൽ സ്റ്റാർട്ട് കൊടുക്കണം. സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ അവർ പറയും ഓക്കെ, താഴെ ആ ഒരു പടം വെച്ചേക്കുന്നില്ല അവിടെയായിട്ട് ആ ഒരു സ്കാനർ വരുന്ന രീതിയിൽ വെക്കാൻ പറയും. അങ്ങനെ വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഏതൊക്കെ ബുക്കാണ് എടുത്തേക്കുന്നതെന്ന് നമ്മൾ അടുക്കി വെക്കുക. അപ്പോൾ ഞാൻ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഓരോന്നായിട്ട് വരും. വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ചാൽ മതി, ബട്ട് എനിക്ക് കംഫർട്ട് ഇതായതുകൊണ്ട് ഞാൻ എടുക്കുന്നു, അടുത്തെടുത്ത് വെക്കുന്നു. നിങ്ങൾക്ക് കുറച്ചൊരു വിശുദ്ധമായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത പക്ഷേ നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് എന്തോരമാണ് ബുക്കെല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഫെർട്ടിക്കുന്ന കൊടുക്കുക, കംപ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ ബില്ലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, കാരണം നമുക്ക് എപ്പോഴാണ് തിരിച്ച് കൊടുക്കേണ്ടതെന്നൊരു ഡേറ്റൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ എനിക്ക് ഇതിൽ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 14/8, അതായത് അടുത്ത മാസം 14-ാം തീയതി വരെ ഉണ്ടിട്ട് എനിക്ക് തിരിച്ച് ഈ ബുക്ക് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രയും എന്താ പറയുക, അത്രയും നാളത്തേക്ക് എനിക്ക് എൻ്റെ ഈ ബുക്ക് എൻ്റെ കയ്യിൽ വയ്ക്കാം. എനിക്ക് വായിച്ച് തീർത്ത് ഞാൻ പതിയെ